അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ അംർ ഇബ്നു അസബ റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അഖ്റബു മാ യകൂനു അർ-റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ فإن استطعت أن تكون ممن يذكر الله في تلك الساعة فكن رواه الترمذي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളൊരു വ്യക്തിയുമായി അടുക്കുകയാണെങ്കിൽ അയാളുടെ മാനസിക, ശാരീരിക, സാമ്പത്തികമായ അവസ്ഥയൊക്കെ പരിഗണിച്ചിട്ടാണ്. നമ്മളെ സമീപിക്കുമ്പോഴും അങ്ങനെ തന്നെ. അവനെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഉണ്ടാവുമോ എന്നുള്ള രൂപത്തിലാണ്, എന്നെ സഹായിക്കാൻ പറ്റുമോ. എന്നാൽ റബ്ബിനോടുള്ള ഈ നിലപാടിൽ ഓരോ അടിമയും സമൂലമായ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരവസ്ഥയും അവൻ നമ്മോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുക, അവൻ്റെ മനോഗതി എങ്ങനെയായിരിക്കും, അവസ്ഥ എങ്ങനെയായിരിക്കും, ഇതൊന്നും പരിഗണിക്കേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിക്കുന്നതിനെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ 7405 ഹദീസ് നമ്പറിലും, അതുപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ 2675 ഹദീസ് നമ്പറിലും രേഖപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഖുദ്സിയായ ഹദീസിലും ഖാല അല്ലാഹു തആല പറയുകയാണ്, അന ഇൻദ ളന്നി അബ്ദി, ഞാനുണ്ടല്ലോ എൻ്റെ അടിമ എന്നെ സംബന്ധിച്ച് ഏതൊരു നിലപാടിലാണോ ഉള്ളത്, ഏതൊരു മാനസികമായ അവസ്ഥയിൽ, മനോഗതിയിലാണോ ഉള്ളത്, എന്തൊരു പരിഗണനയാണോ എനിക്ക് വെച്ചിട്ടുള്ളത്, അതേ പരിഗണനയും മാനസികാവസ്ഥയും തന്നെയാണ് ഉണ്ടാവുക. ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാവും. അവൻ എന്നെ ഓർത്താൽ മതി. അള്ളാഹുവിന്റെ മനസ്സിനെ ഓർത്താൽ ആ റബ്ബ് സമീപത്തുണ്ടാവും. അവൻ അവന്റെ മനസ്സിൽ ഓർത്താൽ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കും. ആ ഹദീസ് ഇങ്ങനെ സുദീർഘമായി പോവാം. ഒരു സഭയിൽ വെച്ച്, ഒരു മലയിന്റെ അരികിൽ വെച്ചാണ്, ഒരു സദസ്സിൽ വെച്ചാണ് ഒരു വ്യക്തി അള്ളാഹിനെ പറ്റി ഓർക്കുന്നതെങ്കിൽ അതിനേക്കാൾ ഖൈറൻ മിൻഹു, നല്ലൊരു സദസ്സിൽ വെച്ച് അള്ളാഹു അവനെ ഓർക്കും. ഒരു ചാണ്, ഈ ചെറുവിരലിന്റെ അറ്റം മുതൽ തള്ളവിരലിന്റെ അറ്റം വരെയുള്ള ഒരു ഭാഗത്തിനാണ് പറയുക ചാൺ. അങ്ങനത്തെ ഒരു ചാൺ അടുത്താൽ അള്ളാഹിന്റെ അളവ് നീളുക, ഈ നടുവിരൽ മുതൽ ഈ മുട്ട് വരെയുള്ള ഒരു മുഴം ഞാൻ അവനിലേക്ക് അടുക്കും. അങ്ങനെ ഒരു മുഴം എന്നിലേക്ക് അടുത്താൽ ആ നടുവിരൽ മുതൽ നെഞ്ചിന്റെ കുഴി വരെയുള്ള മാറു വരെ ഞാൻ അവനിലേക്ക് അടുക്കും. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും എന്നൊക്കെ ഹദീസിൽ സവിസ്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് റബ്ബിനെ സംബന്ധിച്ചുള്ള സങ്കല്പത്തെ തന്നെ ആകെ മുച്ചൂടും മറിച്ചു മാറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. റബ്ബ് എവിടെയാ, എന്നെ ഏത് രൂപത്തിൽ അവഗണിക്കും, അങ്ങനെയുള്ളൊരു നിരാശയും വേണ്ട എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇതിലേക്ക് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരു പ്രത്യേകമായ സമയമുണ്ട്. ആ സമയത്ത് അല്ലാഹു പ്രത്യേകമായി ഇറങ്ങി വരും. അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ട സ്വഹാബി അംർ ബിൻ അസ്ബാർ റളിയല്ലാഹു അൻഹു പറയാ, അഖറബു മാ യകൂനു റബ്ബ് മിനൽ അബ്ദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് തന്റെ അടിമകളുമായി ഏറ്റവും അടുക്കുന്ന സമയം ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ ഉള്ളറകളിൽ വെച്ചാണ്. അൽ ആഖിർ, അതിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഫഇനിസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറു അല്ലാഹ, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു പറ്റം ആളുകൾ ഉയർന്നെഴുന്നേൽക്കും. മക്കളിലൊക്കെ സുന്ദരമായിട്ട് കിടന്നുറങ്ങും. അല്ലാഹുവിനെ ഓർക്കാൻ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും എളുപ്പമല്ല. ഇപ്പം തന്നെ പിന്നെ പറഞ്ഞില്ലേ, ഇഖാമത്ത് വിളിക്കുമ്പോൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ ഇടയിൽ ശൈത്താൻ വേറൊരു കോലത്തിൽ വരും. ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലുള്ള സമയം ദുആയ്ക്ക് ഇജാബത്തുള്ളതാണ്, നിർവഹിക്കാൻ പറ്റുന്നതാണ് വിചാരിക്കുക. പക്ഷെ അപ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും മുസീബത്ത് വരും. അങ്ങനെ പലതും വരും. ഇതും അതുപോലെ തന്നെ രാത്രിയുടെ ഉള്ളറയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത്തരം
അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ വളരെ വിരളമായിരിക്കും. അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുമെങ്കിൽ ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുമെങ്കിൽ ഫകുൻ, നീ അങ്ങനെ ആവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഇജാബത്തുണ്ട്, ഉത്തരം കിട്ടും. നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ആവലാദികൾ എല്ലാം ബോധിപ്പിക്കാനുള്ള ഒരു സമയവും സന്ദർഭവുമായി അതിനെ തിരഞ്ഞെടുക്കുക, ദുആ ചെയ്യുക. അതിന്റെ സൽഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ലോകത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. മാനുഷികമായ എല്ലാ ദൗർബല്യങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അറിഞ്ഞതും അറിയാത്തതുമായ ചെറുതും വലുതുമായ പാപങ്ങൾ വന്നു പോയത് മുഴുവൻ അല്ലാഹു ഇരു ലോകത്തും പുറത്തു മാപ്പാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധിക്യമുള്ളവരുമായ ആളുകൾ, രോഗികളായ ആളുകൾക്ക് ആജിലും കാമിലുമായ ശിഫ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹലാലായത് സമ്പാദിക്കാനും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാനും അല്ലാഹു പ്രത്യേകമായ തൗഫീഖും തഖ്വയും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വേജാറും വെപ്രാളവും വേദനയും മാറ്റിവെച്ചുകൊണ്ട് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു ലഘൂകരിക്കുകയും എല്ലാവിധ നല്ല മുറാദുകളും അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖനാ അദാബന്നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.